ഹലോ ആ സുരേഷ് ഏട്ടാ, ഞാൻ കാലിത്തീറ്റൻ്റെ അവറാന്നേ, മനസ്സിലായോ? ആ ആ ആ ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാം, നമ്മളെ ഫീഡിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് അനുഭവം ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി, എക്സ്ട്രാ ഒന്നും ഓക്കെ പറയണ്ട. ഞാൻ കൊടുക്കാം. ഓക്കെ ഓക്കെ ആ ഹലോ ഹലോ ആ ആ എങ്ങനെയുണ്ട് അത് കൊടുത്തിട്ട്? എനിക്ക് നല്ല മെച്ചമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 6 മാസത്തിനടുത്തായി കൊടുക്കുന്നത്. ആ അവരെടുക്കുന്ന തീറ്റ എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങിയത് 6 മാസത്തിനടുത്തായി. ഞാൻ മുന്നേ ആ കേരള പിസ്സ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ആ അതൊന്ന് പിന്നെ മാറ്റിയാണ് മറ്റേ ഇതെടുത്തത്, നന്ദിനി. ആ ഇവരെടുക്കുന്ന എടുത്തതാ. പിന്നെ അതുപോലെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന നേച്ചുറൽ തീറ്റ, ഇവരെടുക്കുള്ള നേച്ചുറൽ തീറ്റ മിക്സർ എന്ന് പറയും. കുഴപ്പമില്ല. അത് കൊടുത്തതിന് ശേഷം പശുവിന്റെ ചാണകം വെച്ചാൽ നമ്മളെ സാധാരണ നാടൻ പശുവിന്റെ ചാണകം ഉണ്ടാവില്ലേ, ഉറച്ചിട്ട് നല്ല കട്ടയായിട്ട് കൈ കൊണ്ട് വാരിയും എടുക്കാം നമുക്ക്. പണ്ട് എന്റെ അച്ഛമ്മ എല്ലാം ചാണകം വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ, അമ്മയും വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ, പാരമ്പര്യമുള്ളത്. ഈ മറ്റേ കേരള പീസെല്ലാം കൊടുക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ സദ്യക്ക് പിന്നെ പ്രഥമം പറഞ്ഞിട്ടുണ്ടാവും. സുപ്രീമായാലും വിഷമ അങ്ങനെയാന്ന്. ആ മാത്രമല്ല ഇതിന് ഭയങ്കര മണമായിരിക്കും ചാണകത്തിന്. നമ്മൾ പറയുന്ന വിശ്വാസമല്ലെങ്കിൽ നമ്മളെ ആരേലും വന്ന് നിങ്ങൾക്ക് വന്ന് വേണേ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. ഞാൻ കണ്ണവം കുത്തുറമ്പ് കണ്ണവം പിന്നെ കോട്ടിയെടുപ്പം കണ്ണവന്ന് ഒരു പിന്നെ 800 മീറ്റർ എന്റെ വീട്ടിലേക്ക്. പിന്നെന്താ ഗുണമെന്ന് വെച്ചാല്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പശുവിനെ കുത്തി വെച്ചിട്ട് 4 പ്രാവശ്യം കുത്തി വെച്ചിട്ട് 4-മത്തേത് ഡബിൾ വെച്ചിട്ടാണ് ഒന്നിന് പിടിച്ചത്. പിന്നെ വിഷയമുണ്ട്. ഇപ്പൊ ഞാനിത് കൊടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെനക്ക് കളിച്ചു 4 പശുവിനും അതായത് മാസങ്ങൾ വിട്ട് ചെനക്ക് കളിച്ചു, കുത്തി വെച്ചു. അത് കണ്ടിന്യൂ പിടിക്കുന്നുണ്ട്, 4 ആൾക്കും പിടിച്ചു. അപ്പൊ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു, അല്ല ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവക്കല്ലേ 3-4 പ്രാവശ്യം കുത്തി വെച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്രാവശ്യം കൊടുക്കുന്ന തീറ്റ മാറ്റാ സാറേ, നേച്ചുറലാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതില് വന്ന ഗുണമാണ്. കാരണം ഈ കേരള പീസും സുപ്രീം എല്ലാം കൊടുക്കുമ്പോന്ന് വെച്ചാൽ ഇതിനകത്തുള്ള യൂറിയോ പശുക്കൾക്ക് പ്രശ്നം ഉണ്ടാക്കും. അതാണ് നമ്മൾ കുത്തിവെച്ച ഇതില് പാലൊന്ന് കൂടുകയില്ലേ, മിൽക്കിയില് പാല് കൂടുക ഇതിലുള്ള. അതും നാച്ചുറൽ തന്നെ. അതിനകത്ത് അതിന്റെ ഇതെല്ലാം ഉണ്ടല്ലോ, അതിന്റെ മേലെ തന്നെ അതിന്റെ ഇതുണ്ട്. കാരണം വെച്ചാൽ അതിന്റെ സ്കാൻ ചെയ്യാനുള്ള ഇതുണ്ട്. സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളത് എന്തൊക്കെയാ അതിനകത്ത് ചേർക്കുന്നത് എന്നുള്ളത് അതിനകത്ത് കിട്ടും. കർണാടകന്റെ അല്ലേ, കർണാടക ഗവൺമെന്റിന്റെ ആണത്. പിന്നെ അതുപോലെ മറ്റതും അതുപോലെ തന്നെയാണ്, മോശമില്ല, നല്ലതാണ്. പരിധിക്കൂരും അതും ഇതെല്ലാം ഉള്ളതാണ്. അത് അവരുടെ അതിന്റെ ഇതുണ്ട്. അതും സംഭവം അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ആദ്യം ഓരോരുത്തർ പറയും ഇത് തീറ്റിക്കണമെങ്കിൽ ഒരു ദേശം പണിയുണ്ട്. കാരണം ആദ്യം നമ്മൾ കുറേശ്ശെ കൊടുത്ത് ശീലിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നത് മുമ്പിൽ എത്തേണ്ട താമസമേ ഉള്ളൂ. ടൈം തെറ്റുമ്പോ ഇവർ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. നമ്മള് കുറച്ച് ഇങ്ങനെ കഥപ്പുവാണ് ഇപ്പൊ ഈ ചൂടിന്റെ അത് എച്ചപ്പാ എല്ലാം ഉണ്ട്, ജെസിയും എല്ലാം ഉണ്ട്. എച്ചപ്പിനാണ് വലിയ ഫാമാ? 14 പശു. 14 പശു. അപ്പൊ ഒരു മിനി ഫാം. ഇതിപ്പോ പൊള്ളാച്ചിയും പിന്നെ ഉടുമ്പൽപേട്ട ആടെല്ലാം പോയി കഴിഞ്ഞാല് ഒരു വീട്ടിൽ വളർത്തുന്ന പശു 10, 15, 20 ആണ്. ഫാം എന്ന് പറയുമ്പോ 10-100 വൈക്കോട്ട്. നമ്മളിവിടെ നമുക്ക് ഇവിടെ ഒരു 10 പശു എന്ന് പറയുമ്പോ ഒരു ഫാമായി. ഞാൻ ഉടുമ്പിൽപ്പെട്ട ആ വൈക്ക് പോയിട്ടാ പശുവിനെ എടുക്കല്. പൊള്ളാച്ചി അങ്ങനെയുള്ള. ഇത് തീറ്റ നല്ല തീറ്റയാണ്. തീറ്റ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന നിങ്ങൾ കരുതണ്ട. കൊടുക്കാൻ വേണ്ടിട്ട്
എന്റെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണം ജസ്റ്റ് ഒന്ന് വന്ന് ചെക്ക് നോക്കാം. നമ്മളൊരു ദിവസം അങ്ങോട്ട് വരാം. വിളിച്ചിട്ട് വരാം. നിങ്ങളെവിടെയാ?